നമസ്കാരം. ആസാദി നൈറ്റ് എഡിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. ഒടുവിൽ മുട്ടുമടക്കി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. യുവജന പ്രക്ഷോഭത്തിന് ഐതിഹാസിക വിജയം. നമ്മൾ പൊരുതി, നമ്മൾ ജയിച്ചു, പോരാട്ടം തുടരുമെന്ന് SFI. കീഴടങ്ങി കേന്ദ്രം, ആവശ്യങ്ങൾ അംഗീകരിച്ചു. ജന്തർ മന്ദറിലെ സമരം അവസാനിപ്പിച്ച് CJP. യുവത്വത്തിന്റെ ഐതിഹാസിക സമര വിജയം. പിണറായി വിജയൻ. കണ്ണൂരിൽ ഓണം ഖാദിമേളയ്ക്ക് തുടക്കമായി. 30% വിലക്കുറവ്. പരീക്ഷാ ക്രമക്കേടുകൾ, NTA അഴിമതിയുടെ പ്രഭവ കേന്ദ്രം. തോമസ് ഐസക്. ഒടുവിൽ മുട്ടുമടക്കി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. യുവജന പ്രക്ഷോഭത്തിന് ഐതിഹാസിക വിജയം. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ എല്ലാ വെല്ലുവിളിയും അതിജീവിച്ച് 2 മാസത്തോളമായി തുടർന്ന യുവജന പ്രക്ഷോഭത്തിന് മുന്നിൽ മുട്ടുമടക്കി കേന്ദ്ര സർക്കാർ. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് രാജിക്കത്ത് കൈമാറി. പ്രധാന്റെ രാജിയിലൂടെ രാജ്യമാകെ അലയടിച്ച വിദ്യാർത്ഥി യുവജന പ്രക്ഷോഭം ഐതിഹാസിക വിജയമാണ് കൈവരിച്ചത്. പോലീസിനെയും അർദ്ധസേനയെയും ഉപയോഗിച്ച് ക്രൂരമായ ആക്രമണം അഴിച്ചുവിട്ടിട്ടും അടിച്ചമർത്താൻ ശ്രമിച്ചിട്ടും ഒരടി പിൻവാങ്ങാതെ നിന്ന രാജ്യത്ത് യുവത ചരിത്രം എഴുതി. അവസാന നിമിഷം വരെയും രാജ്യം ഒഴിവാക്കാൻ BJP RSS നേതൃത്വം ശ്രമിച്ചിരുന്നു. പ്രധാന വിദ്യാഭ്യാസ മന്ത്രാലയത്തിൽ നിന്നും മറ്റൊരു വകുപ്പിലേക്ക് മാറ്റാനും ആലോചിച്ചു. എന്നാൽ ജനരോഷം ആഞ്ഞടിച്ചതോടെ ഗതിയില്ലാതെ രാജിയിലേക്ക് നീങ്ങിയായിരുന്നു. കോക്രോച്ച് ജനതാ പാർട്ടി CJPയുടെ നേതൃത്വത്തിൽ ഡൽഹി ജന്തർ മന്ദറിൽ ജൂൺ 6 ആരംഭിച്ച പ്രക്ഷോഭം 50 ദിവസം പിന്നിടുമ്പോഴാണ് കേന്ദ്രമന്ത്രിയുടെ രാജി. CJPയും ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളും കൊളുത്തിവിട്ട പ്രക്ഷോഭത്തിൽ രാജ്യമാകെ പടർന്നു. പതിറ്റാണ്ടിനിടയിൽ ഇന്ത്യ കണ്ട ഐതിഹാസിക പ്രക്ഷോഭമായി മാറുകയും ചെയ്തു. 26 ദിവസം നീണ്ട നിരാഹാര സമരം വ്യാഴാഴ്ച രാത്രി വൈകി സോനം വാങ്ചുങ് അവസാനിപ്പിച്ചിരുന്നു. ചോദ്യചോർച്ചയെ തുടർന്ന് ആത്മഹത്യ ചെയ്ത കുട്ടികളുടെ കുടുംബാംഗങ്ങൾക്ക് 1 കോടി രൂപ നൽകാമെന്നും പ്രതിഷേധക്കാർക്കെതിരെ നിയമ നടപടി എടുക്കില്ലെന്നും കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബിലെ ചർച്ചയിൽ കേന്ദ്രം ഉറപ്പു നൽകി. കേന്ദ്രമന്ത്രിമാരായ JP നദ്ദയും ജിതേന്ദ്ര സിംഗും CJP വക്താക്കളായ അശുതോഷ് രംഗ, സൗരവ് ദാസ് എന്നിവരുമായാണ് ചർച്ച നടത്തിയത്. NTA ഉദ്യോഗസ്ഥരായ 47 പേരെ നീക്കിയെന്നും റിപ്പോർട്ടുണ്ട്. നമ്മൾ പൊരുതി, നമ്മൾ ജയിച്ചു, പോരാട്ടം തുടരുമെന്ന് SFI. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി രാജ്യത്തെ വിദ്യാർത്ഥികളുടെ വിജയമാണെന്ന് SFI. പോലീസിനെ ഉപയോഗിച്ച് വിദ്യാർത്ഥികൾക്ക് നേരെ ക്രൂരമായ ആക്രമണം നടത്തിയിട്ടും മോദി സർക്കാരിന് പ്രക്ഷോഭകർക്ക് മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നു. പ്രക്ഷോഭത്തിൽ അണിനിരുന്ന എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നുവെന്നും പ്രതിഷേധ പ്രകടനങ്ങൾ വിദ്യാഹ്ലാദ പ്രകടനമാക്കാൻ ആഹ്വാനം ചെയ്യുന്നുവെന്നും SFI അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ശ്രീജൻ ഭട്ടാചാര്യ അറിയിച്ചു. പ്രക്ഷോഭത്തിലൂടെ ഉയർത്തിയ NTA പിരിച്ചുവിടുക, NEP പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങളുമായി SFI മുന്നോട്ട് പോകുമെന്നും SFI നേതൃത്വം വ്യക്തമാക്കി. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ 2 മാസത്തോളമായി തുടർന്ന യുവജന പ്രക്ഷോഭത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെയാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് രാജിക്കത്ത് കൈമാറി. പ്രധാന രാജിയിലൂടെ രാജ്യമാകെ അലയടിച്ച വിദ്യാർത്ഥി യുവജന പ്രക്ഷോഭം ഐതിഹാസിക വിജയമാണ് കൈവരിച്ചത്. പരീക്ഷാ ക്രമക്കേടുകൾ, NTA അഴിമതിയുടെ പ്രഭവ കേന്ദ്രം. തോമസ് ഐസക്. രാജ്യത്തെ മത്സര പരീക്ഷകളെ ക്രമക്കേടുകൾക്ക് പിന്നിൽ കേന്ദ്ര ഭരണകൂടത്തിന്റെ ഒത്താശയാണെന്നും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അഴിമതിയുടെ പ്രഭവ കേന്ദ്രമായി മാറിയെന്നും മുൻ ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കണ്ണൂർ ജില്ലാ യുവസമിതി സംഘടിപ്പിച്ച ഐക്യദാർഢ്യ പ്രകടനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഡൽഹിയിൽ വിദ്യാർത്ഥികളും യുവജനങ്ങളും നടത്തിയ പ്രക്ഷോഭം വിജയം കണ്ടിരിക്കുകയാണ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക, പരീക്ഷാ ക്രമക്കേടുകൾ മൂലം ആത്മഹത്യ ചെയ്യേണ്ടി വന്ന വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുക, കുറ്റക്കാരെ ശിക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾക്കാണ് സമരത്തിൽ മുന്നിലുണ്ടായിരുന്നത്. ഇതിൽ നഷ്ടപരിഹാരം നൽകാനും കുറ്റക്കാരെ ശിക്ഷിക്കാനും കേന്ദ്ര ഗവൺമെന്റ് ആദ്യം തന്നെ സമ്മതിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗം വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇന്ത്യയിൽ ആകെ 65,000 കോളേജുകളിലായി 4.5 ലക്ഷം വിദ്യാർത്ഥികൾ പഠിക്കുമ്പോൾ 1.5 ലക്ഷത്തോളം കോച്ചിംഗ് സെന്ററുകളിൽ 8 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത്. NDA നടത്തുന്ന 14 മത്സര പരീക്ഷകൾക്കായി ഒരു വർഷം 60 മുതൽ 65 ലക്ഷം വരെ കുട്ടികൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. ഇതിൽ 90% കുട്ടികളും കോച്ചിംഗ് സെന്ററുകളിലായാണ് ആശ്രയിക്കുന്നത്. വാണിജ്യ താല്പര്യങ്ങൾ മാത്രം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ഈ കോച്ചിംഗ് സെന്ററുകൾക്ക് ചോദ്യപേപ്പർ ചോർത്തി നൽകാനും ക്രമക്കേടുകൾ നടത്താനും ഭരണകൂടം ഒത്താശ ചെയ്യുകയാണ്. 2017 NTA രൂപീകരിച്ചതു മുതൽ ഇന്ന് വരെ അവിടെ ഒരു സ്ഥിരം ജീവനക്കാരൻ പോലുമില്ല. ഡെപ്യൂട്ടേഷനിൽ താൽക്കാലിക നിയമനത്തിലൂടെയാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത്. ഇത്തരം ഒരു സംവിധാനത്തെയാണ് കോടിക്കണക്കിന് കുട്ടികളുടെ ഭാവി നിർണ്ണയിക്കുന്ന പരീക്ഷകളുടെ മേൽനോട്ട കേന്ദ്രം ഏൽപ്പിച്ചിരിക്കുന്നത്. കേന്ദ്രത്തിൽ മന്ത്രി രാജിവെക്കുമ്പോൾ വ്യവസ്ഥിതി മാറുന്നെങ്കിൽ ഭരണകൂടത്തിന് ജനങ്ങളോട് അക്കൗണ്ടബിലിറ്റി ഉണ്ടാകുമെന്നതാണ് പ്രധാനം. കേന്ദ്രത്തിൽ മന്ത്രി മാറി രാജി നൽകേണ്ടി വേണമെങ്കിൽ കേരളത്തിലെ സർവകലാശാലകളിൽ ഗവർണറെ ഉപയോഗിച്ച് സംഘപരിവാർ അജണ്ട അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നവർക്കുള്ള മുന്നറിയിപ്പാണിത്. കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയും സർവകലാശാലകളെയും സംരക്ഷിക്കാനുള്ള പ്രക്ഷോഭങ്ങൾക്ക് ഡൽഹി സമരം വലിയ ഊർജമാണ് നൽകുന്നതെന്നും
അദ്ദേഹം കൂട്ടിച്ചേർത്തു. യുവത്വത്തിന്റെ ഐതിഹാസിക സമര വിജയം പിണറായി വിജയൻ. അഴിമതിക്കും വിദ്യാഭ്യാസ മേഖലയിലെ തെറ്റായ നയങ്ങൾക്കുമെതിരെ തെരുവിലിറങ്ങിയ യുവത രചിച്ച ഐതിഹാസിക വിജയമാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. രാജ്യത്തെ വിദ്യാർത്ഥി സമൂഹത്തിന്റെ ഇച്ഛാശക്തിക്ക് മുന്നിൽ കേന്ദ്ര സർക്കാരിന്റെ ധാർഷ്ട്യം ഒടുവിൽ മുട്ടുകുത്തിയിരിക്കുന്നു. മോദി സർക്കാരിന്റെ അമിതാധികാര വാശിക്കേറ്റ കനത്ത തിരിച്ചടി കൂടിയാണ് ഈ സമരവിജയമെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. MK നാസറിനെ അനുസ്മരിച്ചു. ജില്ലയിലെ പ്രധാന കായിക സംഘടനയും സ്പോർട്സ് കൗൺസിൽ മുൻ വൈസ് പ്രസിഡന്റുമായ MK നാസറിനെ APJ അബ്ദുൽ കലാം ലൈബ്രറി അനുസ്മരിച്ചു. ലൈബ്രറി ഭരണസമിതി അംഗമായിരുന്നു MK നാസർ. ലൈബ്രറി ഹാളിൽ നടന്ന അനുസ്മരണ യോഗത്തിൽ പ്രമുഖ മാധ്യമ പ്രവർത്തകർ വെങ്കടേഷ് രാമകൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. വായനശാല പ്രസിഡന്റ് ജയരാജൻ അധ്യക്ഷനായി. സെക്രട്ടറി PK ബൈജു, K പ്രമോദ്, ശശികല, VV ദാസൻ, EK സിറാജ്, MM ദിലീപ്, ജനു ഐച്ചാങ്കണ്ടി, K നസീർ, നാസറിന്റെ സഹോദരൻ MK നിസാർ, രാജീവൻ കട്ടാമ്പള്ളി എന്നിവർ സംസാരിച്ചു. MK നാസറിന്റെ മകനും മകളും കൊച്ചുമകനും ചടങ്ങിൽ പങ്കെടുത്തു. നാസറിന്റെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ഉചിതമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ യോഗത്തിൽ തീരുമാനിച്ചു. ഇന്നലെ ശശി അവിടെ വന്നിരുന്നു. നേതാവും പിണറായിയുടെ സെക്രട്ടറിയുമായിരുന്നു. അപ്പോൾ ശശിയുടെ ശശിയുടെ പറഞ്ഞതാണ്, നാസർ തുറന്ന് സംസാരിക്കുന്ന ഒരാളായിരുന്നു. നാസർ രാഷ്ട്രീയ വിശ്വാസങ്ങൾ തുറന്ന് സംസാരിക്കും. അദ്ദേഹത്തിൻ്റെ പാർട്ടിയുമായിട്ടുള്ള അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും തുറന്ന് സംസാരിക്കും. എല്ലാ കാര്യങ്ങളും അങ്ങനെ ഇന്നത് എന്ന ഒരു പൂർണ്ണമായിട്ടും സ്ട്രേറ്റ് ഫോർവേഡിലേക്ക് നേരെ പോകണമെന്ന് പറയുന്ന ഒരു ഉണ്ടായിരുന്ന ഒരാളാണ്. പിന്നെ നാസറിൻ്റെ സ്വാധീനത്തെ പറ്റിയിട്ട് ബൈജു വളരെ കൃത്യമായിട്ട് സ്വാധീനിച്ചു. നാസറിനറിയാത്ത ആൾക്കാർ വളരെ കുറച്ചായി, വളരെ വിരളമായിട്ടുള്ള ആൾക്കാർ മാത്രമേ. കണ്ണൂരിൽ എന്ത് നേരം അറിയിക്കഴിഞ്ഞാൽ നമ്മുടെ ജനാന്മാരൊക്കെ നിങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുണ്ടൊക്കെ ജോലിയൊക്കെ എടുത്ത് തിരിച്ചതിന് ശേഷം ഇങ്ങനെ ഞങ്ങളുടെ കൂട്ടായ്മ റേഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫുട്ബോൾ ക്ലബ് ഉണ്ടായിരുന്നു. നാസറായിരുന്നു അതിൻ്റെ സെൻട്രൽ ഫോർവേഡ്, ഞാൻ ഗോളിയായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു ബന്ധം നമ്മളത് എല്ലാ സമയത്തും ഉണ്ടായിട്ടുണ്ട്. ആ ഫുട്ബോൾ ക്ലബിൻ്റെ പേരിൽ തന്നെയാണ് ഞങ്ങളുടെ ഉള്ളത്. അപ്പോൾ അതിൽ ഈ പറഞ്ഞ ഞങ്ങളുടെ ഫാമിലിയിൽപ്പെട്ട ആൾക്കാരൊക്കെ അതിനെ ശ്രദ്ധിക്കുകയും ചെയ്യാറുണ്ട്. അപ്പോൾ നാസറിൻ്റെ കൂടെ ഇപ്പോൾ ഈ തിരിച്ചു വന്ന ശേഷം ഞങ്ങൾ പലപ്പോഴും ഞായറാഴ്ചകളിൽ വല്ല ഒരു ബ്രേക്ക്ഫാസ്റ്റോ ലഞ്ചൊക്കെ കഴിക്കാൻ വേണ്ടി ഞങ്ങൾ പുറത്തു. അപ്പം നാസർ കൂടെ ഉണ്ടെങ്കിൽ നാസർ എല്ലാ സമയത്തും ഉണ്ടാവും. മിക്കവാറും 95% നാസർ ഉണ്ടാവും. നാസർ ഇല്ലാത്ത സമയത്ത് പോകുന്ന പ്രശ്നമില്ല. അപ്പോൾ നാസറിൻ്റെ കൂടെ പോകുന്ന സമയത്ത് നമ്മുടെ മറ്റു പല ഫ്രണ്ട്സൊക്കെ പറയാം, എൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ ഒരു റോഡ് മുറിച്ച് കിടക്കണമെങ്കിൽ ഏതാണ്ടൊരു 25-30 മിനിറ്റ് കാണണം. എന്താ വെച്ചാൽ നാസറിന് പരിചയമില്ലാത്ത ആൾക്കാരും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും നാസറിനെ വന്ന് പരിചയപ്പെടും. അപ്പം അങ്ങനെ ഒരു കാര്യം. അതുപോലെ നാസർ ഉണ്ടെങ്കിലും വേറൊരു ഗുണം എന്തെന്ന് വെച്ചാൽ, പിന്നെ നമ്മൾ കാറെടുത്തിട്ടൊക്കെയാണ് പോകുന്നതെങ്കിൽ പിന്നെ കാറ് പാർക്ക് ചെയ്യാൻ യാതൊരു സംവിധാനവും ഇല്ലാത്ത സ്ഥലത്തും നാസറിനെ കൊണ്ടുപോയാൽ പാർക്ക് ചെയ്യാൻ സാധിക്കും. മിക്കവാറും എല്ലാ കടക്കാർക്കും നാസറിനറിയാം. അപ്പോൾ വണ്ടി അവരോട് സൂചിപ്പിച്ചാൽ മാത്രം മതി, അവർ അവിടെ പാർക്ക് ചെയ്യാൻ തോന്നുന്നു. ഇങ്ങനെ ഉള്ള ഒരുപാട് അനുഭവങ്ങൾ, ഈ ഓർമ്മകൾ നമുക്കിങ്ങനെ മനസ്സിലിങ്ങനെ വല്ലാതെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു സംഭാഷണം നടത്താൻ വേണ്ടിയിട്ടുള്ള ശേഷി എനിക്ക് കരുതലില്ല. ആർല ഫാമിലെ K1 മോഴയാനയെ മഴക്കുവെടിവെച്ച് പിടികൂടാൻ ഉത്തരവ്. റേഡിയോ കോളർ ഘടിപ്പിച്ച് വനത്തിലേക്ക് വിടും. ആർല ഫാം മേഖലയിലും പുനരധിവാസ കോളനിയിലും നിരന്തരം ഭീതി വിതയ്ക്കുന്ന K1 എന്ന മോഴയാനയെ മയക്കുവെടിവെച്ച് പിടികൂടി റേഡിയോ കോളർ ഘടിപ്പിച്ച് ശേഷം ജനവാസ കേന്ദ്രങ്ങളിൽ നിന്നും അകലെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിലേക്ക് മാറ്റിവിടാൻ സർക്കാർ ഉത്തരവായതായി വൈദ്യുതി, പരിസ്ഥിതി, പാർലമെന്ററി കാര്യമന്ത്രി സണ്ണി ജോസഫ് അറിയിച്ചു. ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ 1972 വന്യജീവി നിയമം സെക്ഷൻ A പ്രകാരമാണ് അനുമതി നൽകിയതെന്നും ഇക്കാര്യത്തിൽ അടിയന്തര തീരുമാനം വേണ്ടതിന്റെ പ്രാധാന്യം വനമന്ത്രി ഉള്ളവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതായും മന്ത്രി ചൂണ്ടിക്കാട്ടി. ആർലംപുറം പ്രദേശത്ത് ജനവാസ മേഖലയിൽ സ്ഥിരമായെത്തിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന ആനയാണ് K1. കേന്ദ്ര പരിസ്ഥിതി, വനം, കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയത്തിന്റെ എല്ലാ മാർഗനിർദ്ദേശങ്ങളും പാലിച്ചായിരിക്കും ദൗത്യം നടപ്പാക്കുക. ആനയ്ക്ക് അമിത സമ്മർദ്ദം ഉണ്ടാക്കാത്ത വിധം റേഡിയോ കോളർ ഘടിപ്പിച്ച് തുടർ നിരീക്ഷണം ഉറപ്പാക്കും.
വനം വകുപ്പ് റിപ്പോർട്ടറിൽ വനാതിർത്തിയിൽ സ്ഥാപിച്ചിട്ടുള്ള വിവിധ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്താണ് K1 ജനവാസ മേഖലയിലേക്ക് നടക്കുന്നതെന്ന് വ്യക്തമാക്കുന്നു. പ്രകോപനങ്ങളൊന്നുമില്ലാതെ വീടുകൾക്കും കൃഷിയിടങ്ങൾക്കും വ്യാപക നാശനഷ്ടം വരുത്തുന്നതും വാഹനങ്ങളെ ആക്രമിക്കുന്നതും ആനയുടെ പതിവ് സ്വഭാവമായി മാറിയിട്ടുണ്ടെന്ന് റിപ്പോർട്ടിലുണ്ട്. 2008 മുതൽ ആറളം മേഖലയിലേക്ക് ഇറങ്ങുന്ന ആനക്കൂട്ടത്തിലെ ഏറ്റവും വലിയ മോയാനയാണ് K1. 2026 ഫെബ്രുവരി 27 പുലർച്ചെ ആറളത്ത് ആനയുടെ ആക്രമണത്തിൽ അനീഷ് എന്നാൾ മരിച്ച സംഭവത്തിൽ കണ്ടെത്തിയ കാൽപ്പാടുകൾ പരിശോധിച്ചപ്പോൾ അത് K1-ന്റേതാണെന്ന് സ്ഥിരീകരിച്ചതായും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ഡൽഹി ജന്തർ മന്ദറിലെ വിദ്യാർത്ഥി സമരം പരിഷത്ത് യുവസമിതിയുടെ വിജയരാവ്. ഡൽഹി ജന്തർ മന്ദറിൽ നടക്കുന്ന വിദ്യാർത്ഥി സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് യുവസമിതി കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ പുലരുമെന്ന സത്യസ്വപ്നം എന്ന പ്രമേയത്തിൽ ഒച്ച തെരുവാരവും വിജയാരവും സംഘടിപ്പിച്ചു. കണ്ണൂർ നഗരം വലയം ചെയ്ത് വിദ്യാർത്ഥികളും യുവാക്കളും ചേർന്ന വിജയാരവം കണ്ണൂർ കാൾടെക്സിൽ വെച്ച് സമാപിച്ചു. സമാപന പരിപാടിയിൽ വരകൾ, പാട്ടുകൾ, കളികൾ, പ്രതിഷേധ പ്രകടനങ്ങൾ എന്നിവ അരങ്ങേറി. മുൻ ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക് അതിഥിയായി പങ്കെടുത്തു മുഖ്യപ്രഭാഷണം നടത്തി. കണ്ണൂർ യൂണിവേഴ്സിറ്റി ചെയർമാൻ നന്ദ് ബാബു പരിപാടി ഉദ്ഘാടനം ചെയ്തു. യുവസമിതി ജില്ലാ കൺവീനർ ആനന്ദ് കൈലാസം സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ അപർണ സൂരജ് അധ്യക്ഷത വഹിച്ചു. യുവസമിതി സംസ്ഥാന കമ്മിറ്റി അംഗം ദീപു പേരാവൂർ, കണ്ണൂർ യൂണിവേഴ്സിറ്റി യൂണിയൻ ജനറൽ സെക്രട്ടറി കവിത കൃഷ്ണൻ, യുവസമിതി ചെയർമാൻ M ദിവാകരൻ, പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് PV അജയശ്രീ, ജില്ലാ സെക്രട്ടറി ബിജു നെടുവല്ലൂർ, യുവസമിതി ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ആര്യ എന്നിവർ സംസാരിച്ചു. പരിഷത്ത് കേന്ദ്ര നിർവാഹക സമിതി അംഗങ്ങളായ PP ബാബു, PV ശ്രീനിവാസൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് TV വിജയൻ, ജോയിന്റ് സെക്രട്ടറി KV ഗിരീഷ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. തുടർന്ന് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് യുവസമിതി കലാകാരന്മാർ അണിനിരുന്ന തെരുവ് നാടകവും അരങ്ങേറി. രോഷിത് PV, രാംജിത്ത് PV, അമൽ വേളം, ഏതു കൃഷ്ണൻ, PV യദുരാങ്, അക്ഷത്, അനിരുദ്ധ്, ശ്രീരാഗ്, അപർണ, SN നിപുൾ പായം എന്നിവരാണ് തെരുവ് നാടകത്തിൽ പങ്കെടുത്തത്. വഴികളും ചെവിയടച്ചൊരിയവും പഞ്ചമിക്കുപതിതമായ പള്ളിക്കൂടവും ഇതിലുമേറെ പണ്ടു ഞങ്ങൾ പൊരുതി നിന്നതാ, വീണിടത്തു നിന്നെണീറ്റുയർത്തു വന്നതാ. ഇതിലുമേറെ പണ്ടു ഞങ്ങൾ പൊരുതി നിന്നതാ, വീണിടത്തു നിന്നെണീറ്റുയർത്തു വന്നതാ. കെട്ടുകളല്ല നമ്മൾ മനുജരായി ഉയർന്നു നിന്നു തോളു ചേർന്നൊരു കോളേജ് വിദ്യാർത്ഥികൾക്കായി മാരത്തൺ മത്സരം. അന്താരാഷ്ട്ര യുവജന ദിനത്തോടനുബന്ധിച്ച് ജില്ലാ മെഡിക്കൽ ഓഫീസ്, ജില്ലാ എയ്ഡ്സ് കൺട്രോൾ ഓഫീസ്, കേരള സ്റ്റേറ്റ് എയ്ഡ് കൺട്രോൾ സൊസൈറ്റി എന്നിവയുടെ ആഭിമുഖ്യത്തിൽ യൂത്ത് ഫെസ്റ്റ് 2026 ഭാഗമായി കോളേജ് വിദ്യാർത്ഥികൾക്കായി HIV എയ്ഡ്സ് ബോധവൽക്കരണ മാരത്തൺ മത്സരം റൺ സംഘടിപ്പിക്കുന്നു. ജൂലൈ 30 രാവിലെ 6 മണിക്ക് കണ്ണൂർ ജില്ലാ മെഡിക്കൽ ഓഫീസ് കോമ്പൗണ്ടിൽ നിന്നാണ് റൺ തുടങ്ങുക. 5 കിലോമീറ്റർ ആണ് മാരത്തൺ ഓടേണ്ടത്. 17 മുതൽ 24 വയസ്സ് വരെയുള്ള കോളേജ് വിദ്യാർത്ഥികൾക്കും NSS RRC ക്ലബ് അംഗങ്ങൾക്കും പങ്കെടുക്കാം. പുരുഷന്മാർക്കും വനിതകൾക്കും പ്രത്യേക മത്സരങ്ങളുണ്ട്. ഇരു വിഭാഗങ്ങളിലും 1ാം സ്ഥാനം നേടുന്നവർക്ക് 5000 രൂപയും 2ാം സ്ഥാനം നേടുന്നവർക്ക് 4000 രൂപയും 3ാം സ്ഥാനം നേടുന്നവർക്ക് 3000 രൂപ വീതവും സമ്മാനം ലഭിക്കും. ഇരു വിഭാഗങ്ങളെയും ആദ്യ 3 സ്ഥാനക്കാർക്ക് സംസ്ഥാനതല റൺ മത്സരത്തിൽ പങ്കെടുക്കാം. വിദ്യാർത്ഥികൾ കോളേജ് ഐഡന്റിറ്റി കാർഡ് അല്ലെങ്കിൽ സ്ഥാപന മേധാവി, പ്രിൻസിപ്പൽ നൽകുന്ന തിരിച്ചറിയൽ സാക്ഷ്യപത്രം, വയസ്സ് തെളിയിക്കാനുള്ള രേഖ നിർബന്ധമായും കൊണ്ടുവരണം. പ്രൈമറി തലത്തിൽ ഡിജിറ്റൽ വിപ്ലവത്തിന് തുടക്കമിടുന്ന ഡിജിറ്റൽ സ്ക്വയർ പദ്ധതി മുണ്ടേരി സ്കൂളിലും സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലെ LP UP പ്രൈമറി വിഭാഗങ്ങളിലെ IT പഠനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും വിപുലീകരിക്കുന്നതിനുമായി സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി പൊതുവിദ്യാഭ്യാസ വകുപ്പ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ വഴി നടപ്പാക്കുന്ന ഡിജിറ്റൽ സ്ക്വയർ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി N ഷംസുദ്ദീൻ ഓൺലൈനായി നിർവഹിച്ചു. കൈറ്റിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് 14 ജില്ലകളിലും ഒരേ സമയം സംഘടിപ്പിച്ച പ്രൈമറി സ്കൂൾ പ്രാഥമിക അധ്യാപകരുടെ ശില്പശാലയുടെ ഭാഗമായി കണ്ണൂർ ജില്ലയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മുണ്ടേരിയിൽ വെച്ച് നടന്ന ചടങ്ങാണ് മന്ത്രി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തത്. ഡിജിറ്റൽ സ്ക്വയർ പദ്ധതിയുടെ ഔദ്യോഗിക മാർഗരേഖയും മന്ത്രി പ്രകാശനം ചെയ്തു. കുട്ടികളുടെ പഠന മികവ് വിലയിരുത്തുന്ന താരാപഥം അക്കാദമി മോണിറ്ററിംഗ് സംവിധാനം ഉൾപ്പെടുത്തി വിദ്യാലയങ്ങളുടെ വിവരശേഖരമായ സ്കൂൾ വിക്കി
ശാക്തീകരിക്കുന്നതിനായി സ്കൂൾ വിക്കിത്തോൺ നടപ്പിലാക്കും. ലിറ്റിൽ കൈറ്റ്സ് IT ക്ലബ്ബുകൾ UP തലത്തിലേക്ക് വ്യാപിപ്പിക്കുമെന്നും മന്ത്രി അറിയിച്ചു. പദ്ധതിയുടെ നടത്തിപ്പിനായി മുഴുവൻ IT കോർഡിനേറ്റർമാർക്കും അധ്യാപകർക്കും കൈറ്റ് പ്രത്യേക പരിശീലനം നൽകുമെന്ന് പദ്ധതി വിശദീകരിച്ച കൈറ്റ് CEO K അൻവർ സാദത്ത് പറഞ്ഞു. ജില്ലാ കോർഡിനേറ്റർ K സുധേന്ദ്രൻ, മാസ്റ്റർ ട്രെയിനർമാരായ KM മക്ബൂൽ, അഞ്ജലി സദാനന്ദൻ, TP മുഹമ്മദ് നിസാമി, കരുൺ രാജ്, A സിന്ധു തുടങ്ങിയവർ ജില്ലയിൽ വിവിധ സെഷനുകൾ അവതരിപ്പിച്ചു. പദ്ധതിയുടെ ഭാഗമായുള്ള തുടർ ശില്പശാലകൾ ജൂലൈ 27-29 തീയതികളിലായി നടക്കും. ഓണം ഖാദി മേളയ്ക്ക് തുടക്കമായി 30% വിലക്കുറവ്. മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെയും പയ്യന്നൂർ ഖാദി കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിൽ കണ്ണൂർ ഖാദി ഗ്രാമ സൗഭാഗ്യയിൽ ഓണം ഖാദി മേള 2026 തുടക്കമായി. മേളയുടെ ജില്ലാതല ഉദ്ഘാടനം വൈദ്യുതി വകുപ്പ് മന്ത്രി സണ്ണി ജോസഫ് നിർവഹിച്ചു. ചടങ്ങിൽ TO മോഹനൻ MLA, കേന്ദ്ര പുതുതായി വിപണിയിൽ ഇറക്കിയ ഫാബ്രിക് ഫിറ്റ് സ്റ്റീഫൻ, മലബാർ ഇൻഫർമേഷൻ ടെക്നോളജി കോപ്പറേറ്റീവ് സൊസൈറ്റി ജനറൽ മാനേജർ ജെയ്സൺ തോമസിന് നൽകിക്കൊണ്ട് മേയർ P ഇന്ദിരയും ഖാദി വസ്ത്രങ്ങളുടെ ആദ്യ വിൽപ്പന KC സോമൻ നമ്പ്യാർക്ക് നൽകിക്കൊണ്ട് ഡെപ്യൂട്ടി മേയർ KP താഹിർ നിർവഹിച്ചു. കടമിൽ കോർപ്പറേഷൻ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിഷ ദീപക്, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ CP അബ്ദുൽ കരീം, ഖാദി ഗ്രാമ വ്യവസായ ഫെഡറേഷൻ സെക്രട്ടറി EA ബാലൻ, പ്രൊജക്ട് ഓഫീസർമാരായ ജിഷ K, ഷോളി ദേവസ്യ, യൂണിയൻ പ്രതിനിധികളായ VS രാജീവ്, V ഷിബു, വില്ലേജ് ഇൻസ്ട്രക്ടർ ഓഫീസർ KV ഫാറൂഖ് എന്നിവർ സംബന്ധിച്ചു. പയ്യന്നൂർ ഖാദി കേന്ദ്രം ഡയറക്ടർ KV രാജേഷ് സ്വാഗതവും അസിസ്റ്റന്റ് രജിസ്ട്രാർ K അനിൽ നന്ദിയും പറഞ്ഞു. മേളയിൽ കോട്ടൺ സിൽക്ക് സാരികൾ, റെഡിമെയ്ഡ് ഷർട്ടുകൾ, ഷർട്ട് പീസുകൾ, ചുരിദാർ ടോപ്പുകൾ, കുഞ്ഞുടുപ്പുകൾ, ജുബ്ബകൾ, ധോത്തികൾ, ബെഡ്ഷീറ്റുകൾ, കിടക്കകൾ, തലയണകൾ, ചൂരൽ ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് പുറമെ സിൽക്ക് സാരി മഹോത്സവം എന്ന പേരിൽ സിൽക്ക് സാരി മാത്രമായുള്ള വിഭവങ്ങളും ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ വിവിധതരം തേനുകൾക്കും തേനുൽപ്പന്നങ്ങൾക്കുമായി പ്രത്യേക വിഭാഗം ഒരുക്കിയിട്ടുണ്ട്. മേളയിൽ ഖാദി വസ്ത്രങ്ങൾക്ക് 30% ഗവൺമെന്റ് റിബേറ്റ് ലഭിക്കും. ഓഗസ്റ്റ് 25 വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ വൈകുന്നേരം 8 വരെയാണ് ഓണം മേളയുടെ ഭാഗമായുള്ള വിൽപ്പന നടക്കുക. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ രാത്രി.